നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ. സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. ഫലകത്തിലെഴുതിയ ഒത്തിരി നിയമങ്ങൾ കണ്ട മനുഷ്യർക്ക് ഹൃദയത്തിൽ ചില നിയമങ്ങൾ സൂക്ഷിക്കാൻ പഠിപ്പിച്ചവരാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ പ്രത്യേകതയും അതുതന്നെയായിരുന്നു. ഒരു കാലഘട്ടത്തിലെ ജനത ഫലകത്തിലെഴുതപ്പെട്ട ഒത്തിരി നിയമങ്ങൾ കാണാതെ പഠിച്ചു. എന്നിട്ട് അതിൽ അവർ ജീവിതം ക്രമപ്പെടുത്തി. പക്ഷേ യേശു അതിനൊക്കെ മാറ്റിമറിക്കുകയാണ്. യേശു പറഞ്ഞു, ഫലകത്തിലെഴുതിയ നിയമങ്ങളെക്കാളും ഹൃദയത്തിൽ ചില നിയമങ്ങൾ എഴുതണ്ടേ. അതിലെ മനുഷ്യൻ്റെ ഹൃദയവും ചേർത്ത് വയ്ക്കപ്പെടുകയുള്ളൂ. അങ്ങനെ മനുഷ്യരുടെ ഹൃദയങ്ങൾ തമ്മിൽ ചേരാൻ തക്ക വിധത്തിൽ യേശു ചില കാര്യങ്ങൾ പറഞ്ഞു. ഫലകത്തിൽ കൊല്ലരുത് എന്ന് എഴുതപ്പെട്ട ഒരു നിയമത്തെ സഹോദരനെതിരെയുള്ള നോട്ടം പോലും പാവമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ക്രിസ്തു ഹൃദയങ്ങൾ തമ്മിൽ ചേർത്തു. വാക്കുകൊണ്ട് ഭോഷ എന്നോ വിഡ്ഢിയെന്നോ വിളിച്ചു കഴിഞ്ഞാൽ അത് അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുമെന്നതുകൊണ്ട് അത് മാരക പാവമായി ക്രിസ്തു വ്യാഖ്യാനിച്ചു. ഇപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി പിടുത്തം കിട്ടും. ഫ്രാൻസിസ് പാപ്പയുടെ ദി ലെക്സിസ് നോസ് ഓർമ്മിപ്പിക്കുന്നത് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ്. ജൂൺ മാസം ഹൃദയങ്ങളെ ധ്യാനിക്കുന്ന മാസമാണല്ലോ. ആ തിരുഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഇന്നത്തെ സുവിശേഷത്തിൽ നാം ഓർത്തെടുക്കണം. ഇന്നത്തെ കാലഘട്ടം മനുഷ്യർ തമ്മിലുള്ള അകൽച്ചകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എല്ലാ ഹൃദയങ്ങളും ഒന്നാകേണ്ടതാണ്. അകന്നു പോകുന്ന ഹൃദയങ്ങൾ തമ്മിൽ ഒന്നാക്കണമെങ്കിൽ അതിന് ഹൃദയങ്ങൾ തമ്മിൽ സൂക്ഷിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അത് പരസ്പരം സ്നേഹത്തിൻ്റെ, പരസ്പരം കരുണയുടെ, പരസ്പര വാത്സല്യത്തിൻ്റെ ഒരു നിയമമാണ്. ആ നിയമത്തിനിടയിൽ അല്പം പോലും സ്വന്തം സഹോദരനെ വേദനിപ്പിക്കാതിരിക്കുക എന്നൊരു ബാധ്യത എല്ലാവർക്കുമുണ്ട്. ഉൽപ്പത്തിയിലെ ആദ്യത്തെ ചോദ്യം ഉയർന്നത് പോലും സഹോദരനെക്കുറിച്ചുള്ള കരുതലിൻ്റെയാണ്. നിൻ്റെ സഹോദരൻ എവിടെ? അവൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്നൊരു മറുചോദ്യം ഉണ്ടാകുമ്പോൾ, അത് കാവൽക്കാരനാകേണ്ടവൻ തന്നെ അങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ എത്ര വേദനയാണ്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തിയിലെ ആ വേദനയുടെ ഉത്തരമാണ് പുതിയ നിയമത്തിൽ ക്രിസ്തു ഈ ഭൂമിക്ക് നൽകിയത്. സഹോദരൻ്റെ കാവൽക്കാരൻ മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ സഹചാരി കൂടിയാണ് നീ. അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ് നീ. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു മനോഹാരിതയ്ക്ക് നിൻ്റെ കൂടി ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഓർമ്മിപ്പിച്ച ഇന്നത്തെ സുവിശേഷം നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ തമ്മിൽ ചേരാൻ പഠിപ്പിക്കട്ടെ. ഫലങ്ങളിൽ എഴുതപ്പെട്ട നിയമങ്ങളെക്കാളും ഹൃദയത്തിൽ ചില നിയമങ്ങൾ സൂക്ഷിക്കപ്പെടട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ. സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും, എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും, എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. നിൻ രക്ഷയും സന്തോഷം നീ തിരികെ തരണേ. നിൻ രക്ഷയും സന്തോഷം നീ തിരികെ തരണേ.
രക്ഷണമൊക്കെയും നിൻ നീതിയെ ഘോഷിപ്പാൻ എന്നധരം തുറക്കണേ. നിൻ നീതിയെ ഘോഷിപ്പാൻ എന്നധരം തുറക്കണേ. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ. സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. തന്നെ ഞാൻ പാപം ചെയ്തു പോയി. നിന്നിഷ്ടമൊക്കെയും ഞാൻ പാടെ മറന്നുപോയി. കൃപയുണ്ടാകണമേ നിന്ദയക്കൊത്തവണ്ണം. വെണ്മയാക്കേണമേ എന്നെ ഹിമത്തിനേക്കാളും. കൃപയുണ്ടാകണമേ ൊത്തവണ്ണം. വെണ്മയാക്കേണമേ എന്നെ ഹിമത്തിനേക്കാളും. നിൻ ഹൃദയ സന്തോഷമെന്നിൽ നീ കേൾക്കുമാറാക്കണേ. നിൻ ഹൃദയ സന്തോഷമെന്നിൽ നീ കേൾക്കുമാറാക്കണേ. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ. സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. നിൻ മുഖം മറയ്ക്കണമേ. എന്ന കൃത്യമൊക്കെയും നീ മായിച്ചിടണമേ. നിരസിച്ചിടരുതേ നുറുങ്ങിയ ഹൃദയത്തെ. മെനഞ്ഞെടുക്കണമേ തകരും മനസ്സിനെ. നിരസിച്ചിടരുതേ മെനഞ്ഞെടുക്കണമേ തകരും മനസ്സിനെ. നിൻ യാഗപീഠങ്ങളിൽ ഞാൻ യാഗമായിടട്ടെ. നിൻ യാഗപീഠങ്ങളിൽ ഞാൻ യാഗമായിടട്ടെ. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ. സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും. എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും. എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. നിൻ രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. നിൻ രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ.